ചിറ്റീൻ, തവളക്കണ്ണൻ, വേറെ കയമ അല്ലേ, ചെങ്കയമ, അങ്ങനെ 25 ഇനങ്ങൾ പഠിച്ചിട്ടുണ്ട്. 10-60ഓളം ഇനങ്ങൾ നമ്മളെ കേരളത്തിൽ മാത്രം കൃഷി ചെയ്യുന്ന ഇനങ്ങളുണ്ട്. അത് പ്രിസർവ് ചെയ്യുന്ന ഒരു കർഷകൻ നമ്മുടെ വയനാട്ടിലുണ്ട്, ചെറുവയൽ രാമൻ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കുണ്ടല്ലേ? അപ്പോൾ അദ്ദേഹം ഒരു 60ലധികം വിത്തെന്ന മഹാത്ഭുതം. അപ്പോൾ അത് വളരെ പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. പുതുതലമുറയ്ക്ക് വേണ്ടി, ഇനി നെക്സ്റ്റ് തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഇതൊക്കെ സംരക്ഷിച്ച് നിർത്തുക എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട്. നമസ്കാരമുണ്ട്, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് മക്കൂട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു കൃഷിയിടത്തിലാണ്. ഇത് നമ്മുടെ വിജയേട്ടൻ്റെ കൃഷിയിടമാണ്. നെല്ലും പിന്നെ അതേപോലെ മല്ലിക ഇതെല്ലാം കൃഷി ചെയ്ത സ്ഥലമാണ്. അപ്പോൾ ഇന്ന് കടിമേനി SNDP സ്കൂളിലെ കുറച്ച് കുട്ടികൾ വരുന്നുണ്ട്, കുറച്ച് അധ്യാപകർ, കൂടെ നമ്മളെ കൃഷി ഓഫീസറുണ്ട്. അപ്പോൾ കൃഷിയെ പറ്റി അറിയാനും പഠിക്കാനും കാണാനും കൂടി വന്നതാണ്. അപ്പോൾ കൃഷിയെപ്പറ്റി പറയാൻ വേണ്ടി നമ്മൾ കൃഷി ഓഫീസറുണ്ട്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വാ. എന്തിനെ സ്കൂൾ കടുമേനിൽ നിന്ന് വരുന്നതാണ് അല്ലേ? എൻ്റെ പേര് രാജീവ് എന്നാണ്. ഇവിടുത്തെ വെസ്റ്റ് ലൈനിലെ കൃഷി ഓഫീസറാണ്. കൃഷിഭവനൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടുണ്ട് അല്ലേ? കൃഷിഭവനിൽ പരിപാടികളെന്ന് പറഞ്ഞാൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കർഷകരുടെ വരുമാനം ഉയർത്തിക്കൊണ്ടിരുന്നതിനും വേണ്ടിയിട്ട് സർക്കാർ സംവിധാനമാണ് കൃഷിഭവൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? കൃഷി വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓരോ പഞ്ചായത്തിലും പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കൃഷിഭവൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു കുട്ടി മണ്ണ് അറിഞ്ഞു വേണം പോകാൻ എന്ന് പറഞ്ഞു അല്ലേ? ഏത് കുട്ടിയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ സമുദ്രവസ്മി ദേവി സർവസ്ഥന മണ്ഡിലെ വിഷ്ണുഭക്തി നമസ്കൃത്യം പാദസ്പർശം ശ്രമിക്കുന്നു എന്നാണ് പറയുക. എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഭൂമിയിൽ കാല് വെക്കുന്നതിന് മുമ്പായി ഭൂമി ദേവിയെ തൊഴുതിട്ട് വേണം ഒതുങ്ങി എഴുന്നേൽക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും പരിപാവനമായിട്ടുള്ളൊരു സ്ഥലമാണ് എന്ത് ഭൂമി. അതിൽ ക്ഷേത്രം എന്ന് പറയുന്നതാണ് നമ്മുടെ വയലുകൾ. മനസ്സിലായില്ലേ? സുക്ഷേത്രേ സുബീജ് ജായതിൽ സമ്പദായ എന്നാണ് പറയുക. എന്ന് വെച്ചാൽ നല്ല വയലിൽ നല്ല വിത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിളവ് തരുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കറിയാം വിത്ത് ഗുണം 10 ഗുണം എന്നാണ് പറയുക അല്ലേ? അപ്പോൾ സംഗതിയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ നെൽകൃഷിയെക്കുറിച്ചാണ് പറയണമെന്ന് പറഞ്ഞു അല്ലേ? നെൽകൃഷീൻ്റെ ശാസ്ത്രീയ നമുക്കൊക്കെ ഒരു പേരുണ്ട് അല്ലേ? അതുപോലെ തന്നെ നെൽകൃഷിക്ക് ഇംഗ്ലീഷിൽ എന്താണ് പറയുക? പാഡി എന്ന് പറയും. പേടിയല്ല, പാഡി. അപ്പോൾ റൈസ് എന്നും പറയും അല്ലേ? അപ്പോൾ അതിന് ഒരു ശാസ്ത്രീയ നാമമുണ്ട്, ഒറൈസ സാറ്റൈവ എന്നാണ്. ഇന്ത്യയിൽ നമ്മൾ നെൽകൃഷി ചെയ്യുന്ന നെല്ലിനത്തിന് പറയുന്നതാണ് ഒറൈസ സാറ്റൈവ. എന്നാൽ ദക്ഷിണാഫ്രിക്കയിൽ ഇതുപോലെ തന്നെ നെൽകൃഷി ചെയ്യുന്ന ഒരു ഇനമുണ്ട്, ഒറൈസ ഗ്ലാബറിമ എന്നാണ് പറയുക. നെല്ലിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് വ്യത്യസ്തമായ 2 അഭിപ്രായങ്ങളുണ്ട്. ചൈനയിലാണ് നെല്ല് ഉണ്ടായത് എന്നും അതോടൊപ്പം ഇന്ത്യയിലാണ് ആദ്യമായിട്ട് ഒറൈസ സാറ്റൈവ എന്ന് പറയുന്ന നെല്ലുണ്ടായത് എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറെക്കുറെ ചൈനയിൽ തന്നെയാണ് നെല്ലിൻ്റെ ഉത്ഭവം എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിട്ടുള്ള ഒരു നെല്ലിനമാണ് ഒറൈസ ഗ്ലാബറിമ എന്ന് പറയുന്നത്. നമുക്ക് നെല്ലിൻ്റെ രീതി അറിയില്ല അല്ലേ? നെല്ല് എന്ന് പറയുന്നത് ഇതാണ് നെല്ലിൻ്റെ ഇല അല്ലേ? ഓല. അപ്പോൾ ഇതിൻ്റെ അറ്റം കൂർത്തും അതുപോലെ പിന്നെ ബാക്കി ഭാഗങ്ങൾ അല്ലേ ഇങ്ങനെ വീതിയോടിയിട്ടുള്ള ഒരു പോർഷനാണ് നെല്ലിൻ്റെ ഇല എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെല്ല് എന്താണ് നെല്ല് എന്ന് അറിയില്ല. ഇപ്പോൾ മനസ്സിലായില്ല? നെല്ല് ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഈ ചെടിയിൽ നിന്നാണ് നെല്ല് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ നെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബൈസെക്ഷൽസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്വിലിംഗ പുഷ്പ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നെല്ല്. അതായത് ഒരേ സമയം ആൺപൂവും പെൺപൂവും ഒരു പൂവിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നെല്ല്. മനസ്സിലായില്ലേ? അപ്പോൾ സാധാരണ നമ്മൾ പറയും ചില സംഭവം പരപരാഗണം നടക്കുന്ന ചെടികളാണെന്ന് പറയും, ചിലത് സ്വയം പരാഗണം നടക്കുന്ന ചെടികളാണെന്ന് പറയും. നെല്ല് ഇതിൽ സ്വയം പരാഗണം നടക്കുന്ന ചെടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിൻ്റെ ഒരു പൂവിൽ തന്നെ ആൺപൂവും പെൺപൂവും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു ആക്ഷനിൽ ആയതുകൊണ്ട് അതിന് സാമൂഹിക പാരിസ്ഥിതികമായിട്ടുള്ള ഒരു പ്രാധാന്യം കൂടി നെൽകൃഷിക്കുണ്ട്. അപ്പോൾ 1 ഹെക്ടർ നെൽകൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് 2 കോടി
വെള്ളം സംരക്ഷിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അടിസ്ഥാനപരമായി നമ്മുടെ കൃഷിയുടെ ബേസ് എന്ന് പറയുന്നത് പണമില്ലാതെ വരുമാനം കൂടുതലുണ്ടാകും. അത് വിദേശങ്ങളിലേക്ക് ബെരിയസി എന്നാണ്. ഇനി ജന്മഭൂമിസ്ഥ സ്വർഗാനബി ബെരിയസി എന്ന് പറഞ്ഞാൽ ജനിച്ച നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും മഹത്തരം നമ്മുടെ നാടിനുണ്ട്. നമ്മുടെ പുതുതലമുറ നിർബന്ധമായും കൃഷിയിൽ ആകർഷിക്കപ്പെടണം. കൃഷി ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ടാവണം. മണ്ണിനെ സ്നേഹിക്കണം. മണ്ണിൽ കൃഷി ചെയ്യുന്ന കർഷകരെ ആദരിക്കാനും ബഹുമാനിക്കാനും കൂടി പഠിക്കുന്ന ഒരു തലമുറയായിട്ട് നമ്മൾ തലമുറ മാറണം. അതിന് നമ്മുടെ SNDP സ്കൂൾ കടുമേനിയിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ചിറ്റീന്, തവളക്കണ്ണൻ, വരുന്ന കയമ അല്ലേ, ചെങ്കയമ, അങ്ങനെ 25 ഇനങ്ങൾ പഠിച്ചിട്ടുണ്ട്. 10-60ഓളം ഇനങ്ങൾ നമ്മളെ കേരളത്തിൽ മാത്രം കൃഷി ചെയ്യുന്ന ഇനങ്ങളുണ്ട്. അത് പ്രിസർവ് ചെയ്യുന്ന ഒരു കർഷകൻ നമ്മളെ വയനാട്ടിലുണ്ട്, ചെറുവയൽ രാമൻ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കുണ്ടല്ലേ? അപ്പോൾ അദ്ദേഹം ഒരു 60-ലധികം വിത്തെന്ന മഹാത്ഭുതം. അപ്പോൾ അത് വളരെ പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. പുതുതലമുറയ്ക്ക് വേണ്ടി, ഇനി നെക്സ്റ്റ് തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഇതൊക്കെ സംരക്ഷിച്ച് നിർത്തുക എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് കണ്ടു തന്നെ ഭാഗ്യം. നമ്മളൊക്കെ കഴിക്കുന്ന വൈറ്റ് റൈസ് ആണ് അല്ലേ, വെള്ള അരിയാണ് അല്ലേ. പക്ഷെ നമ്മളെ കേരളത്തിൻ്റെ തനതായ അരി എന്ന് പറയുന്നത് മട്ടയാണ് അല്ലേ. പാലക്കാട് മട്ട എന്നൊക്കെ പറഞ്ഞിട്ട് പല സാധനങ്ങളും വരുന്നുണ്ട്. റെഡ് ഓക്സൈഡൊക്കെ പുരട്ടിയിട്ടുള്ള അരികളാണ് വരുന്നത്. അത് നമ്മൾ കഴുകുമ്പോൾ അറിയാം, നമുക്ക് ഈ പശപശയായിട്ട് നമ്മളെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കും. പക്ഷേ സത്യത്തിൽ അത് റെഡല്ല അരി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കേണ്ടുന്ന അരി എന്താണ്? ചുവന്ന അരിയാണല്ലേ. ഞാൻ സാറിന് നന്ദി പറയാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അതായത് ഈ അവസരത്തിൽ നമ്മുടെ ഇതേപോലെ കുട്ടികൾ ഇത് പറഞ്ഞാൽ ഇത് അവർക്കൊരു ജീവിതത്തിലെ അനുഭവമാണിത്. ഇതുപോലെ ഒരിക്കലും വരാനോ കാണാനോ ഈ കൊയ്ത്ത് കാണാനോ ഒന്നും അവർക്ക് അവസരം കിട്ടിയിട്ടില്ല. നമുക്ക് പോലും എൻ്റെ ചെറുപ്പത്തിൽ മാത്രമാണ് ഞാൻ ഇത് ഇപ്പോൾ സാറ് പറഞ്ഞാൽ റംബൂട്ടാൻ ഞാൻ സാറിൻ്റെ അടുത്ത് പോയിരുന്നു. അവിടെ നിന്നാണ് ഞാൻ റംബൂട്ടാൻ കൊണ്ടുവന്നിട്ട് നട്ടത്. ഞാൻ എനിക്ക് കൃഷിയുണ്ട് കുറച്ച്. ഞാനിപ്പോൾ ഈ കൊല്ലം റിട്ടയർ ആകും. അത് ഞാൻ ഫീൽഡിലേക്ക് പോകാനാണ് എൻ്റെ താല്പര്യം. അതുകൊണ്ട് ഇതുപോലെ നല്ലൊരു ക്ലാസ് തന്ന കൃഷി ഓഫീസർക്ക് സ്കൂളിൻ്റെ നാമത്തിൽ ഒത്തിരി നന്ദി പറയുന്നു. നമ്മുടെ കർഷകർ പരമ്പരാഗതമായിട്ട് വിത്ത് സംരക്ഷിച്ചിരുന്നത് അമ്പലങ്ങളിലെ താഴെയോ കുടങ്ങളിലാണ് അല്ലെ. അത്രമാത്രം നമ്മുടെ രാജ്യത്തെ എങ്ങനെ സംരക്ഷിക്കണം, നമ്മുടെ നാടിനെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളത് നമ്മുടെ കുട്ടിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയായിരുന്നു പഴയ തലമുറ നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചിരുന്നത്. ഇനി കുട്ടികൾക്കൊന്നും പറയണ്ട. ഞങ്ങളുടെ മലയാളം പാഠഭാഗത്തിലെ വിത്തുന്ന മഹാത്ഭുതത്തിലൂടെയാണ് പത്മശ്രീ ചെറുവയൽ രാമനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. ആ പാഠഭാഗത്തിലൂടെ കൃഷിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. മാത്രമല്ല ഈ കൃഷിയുടെ സന്ദർശിച്ചപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അടുത്തറിയാൻ സാധിച്ചു. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരമായി. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് വയലിൽ ഇപ്പൊ എന്നാ കണ്ടുവരുന്ന ഒരു എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ പണ്ടത്തെ കൃഷിയിൽ നിന്ന്? ഇപ്പം ഞാൻ കുട്ടികൾക്ക് ഒരു 5-6 തരം നെൽവിത്ത് ഞാനിപ്പോൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേര് ഇവർക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഓർമ്മയുണ്ട ഇപ്പോൾ 100-ൽ പരം നെൽവിത്തുകൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ശേഖരിച്ച് വെച്ചിട്ട് അതിപ്പോൾ എല്ലാ സ്കൂളുകളിലും കുട്ടികൾക്ക് കാണാൻ വേണ്ടി സ്കൂളിൽ അവർ വന്ന് ആവശ്യപ്പെട്ടാൽ കൊടുക്കും. അതുപോലെ പണ്ടത്തെ ഈ നെല്ല് സൂക്ഷിക്കുന്ന പത്തായം മുതൽ പിന്നെ വിത്ത് പൊതി കെട്ടിവെക്കുന്നില്ലേ പണ്ട്, അങ്ങനെയുള്ളതെല്ലാം വീട്ടിലെപ്പോഴും ഉണ്ട്. അതൊക്കെ ഇങ്ങനെ പ്രശ്നത്തിന് കുട്ടികൾക്ക് കാണിക്കും. അതുപോലെ എല്ലാ ഉപകരണങ്ങളും പഴയ കാലത്തെ എല്ലാ ഒരു പുരാവസ്തു ഇത് തന്നെ ഉണ്ട് വീട്ടിലുണ്ട്. അതുപോലെ നെൽകൃഷി നല്ല വയലാണ് നമുക്ക്. വയലില് വലിയ അത് എല്ലാം മൊത്തം എല്ലാവരും വയലും അതിൽ നല്ല കൃഷി എല്ലാ വർഷവും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ 2-3 വർഷം മുമ്പ് ഞാൻ ഇതുപോലെ അങ്ങോട്ട് കൊണ്ടുപോയി കുട്ടികളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇവിടെ അടുത്തുണ്ടല്ലോ, ഞാൻ മാത്തിൽ ആലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ അപ്പം ദൂരം പോകണ്ടല്ലോ, ഇവിടെ അടുത്തുണ്ടാവുമ്പോൾ മുന്നോട്ട് വന്നു. വേറെ പറയാം വിജയേട്ടൊന്നും പറയണ്ട. HM അവர்கள், അതുപോലെ തന്നെ നമ്മളെ ബസ്സിലേരി രാജീവൻ സാർ, അതുപോലെ തന്നെ അധ്യാപിക, അതുപോലെ കുട്ടികൾ, നമ്മളെ എൻ്റെ കൃഷി സ്ഥലം സന്ദർശിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്തറിയാം, നമ്മൾ ഭാവിയിൽ കുട്ടികൾ നമുക്ക് ആവശ്യമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കുട്ടികളെല്ലാവരും ചെറിയൊരു വിഭാഗങ്ങളും ഈ രംഗത്തേക്ക് വരുന്നതിലൊരു പ്രതീക്ഷ എനിക്ക് ഈ അവസരത്തിലുണ്ട്. പണ്ട് കാലങ്ങളിൽ എൻ്റെ അച്ഛനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏകദേശം ഒരു 4-5 ഏക്കറ
ഭൂമി കാടെല്ലാം ധരിച്ച് അല്ല ഒരു വർഷത്തേക്ക് വേണ്ടുന്ന എല്ലാ നെല്ലും ബാക്കി അതിൽ വേണ്ടുന്ന അതിൽ വാങ്ങേണ്ടത് ഉപ്പ്, പിന്നെ ഉണക്ക്, വെളിച്ചെണ്ണ, അല്ലെ അത്രയും കാര്യങ്ങൾ. ബാക്കിയൊക്കെ ആ കൃഷിയിൽ ഉണ്ടാവുന്നവരെന്നാൽ ഒരുപാട് അന്നേരം ഒരു മരങ്ങൾ ചെറിയ ചെറിയ കാടൊക്കെ കൊത്തി അല്ലിട്ട് തീയലിട്ട് അല്ല കരിച്ച് റെഡിയാക്കിയിട്ട് അതിലൊരു പിന്നെ ഈ മരങ്ങൾ കത്തി ഉണ്ടാവുമല്ലോ, അതിൽ തന്നെ വേറൊരു വിത്തിട്ടാലും മതി, ഒന്നും ചെയ്യണ്ട. അത് നമുക്ക് എടുത്ത ഇവൻ്റെ എല്ലാം പ്രായത്തിൽ ഞാൻ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സ്ഥലത്ത് ഇവൻ്റെ പ്രായത്തിൽ ഒരു വെള്ളരിക്ക എടുത്തിട്ട് പറ്റുന്നത് വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അല്ല അത്രയ്ക്ക് ഒരു മായില്ലാത്ത ഭക്ഷണം. ഇപ്പം എല്ലാം ഒരുപാട് രാസവളം ഉപയോഗിക്കുന്നു, ജൈവവളമാണ് കിട്ടിയപ്പോൾ. ഇനി എനിക്ക് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാവരും ജൈവവളത്തിൽ വന്നാൽ മാത്രമേ നമ്മൾ ഈ രോഗത്തിന് രക്ഷപ്പെടും. അതുപോലെ തന്നെ നമുക്കറിയാം പല സ്റ്റേറ്റിൽ നിന്നും പല സാധനങ്ങളും നമ്മൾ കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവരും മിക്ക ആൾക്കാർ നോക്കിയാൽ ഒരു വീട്ടിൽ ഒരാൾ ക്യാൻസർ ഇല്ലാതെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. പണ്ടെല്ലാം ഒരു പഞ്ചായത്തിൽ ഒരാൾക്കാണ് ക്യാൻസർ. അല്ല അങ്ങനെ അത്രയും നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അത്രയും നമ്മൾ എല്ലാവരും അങ്ങനെ പൈസ ഉണ്ടാക്കാണ്ട് വാങ്ങുമ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുമാതിരി ചെറിയ ഓരോ പറ്റുന്ന കുറച്ച് നെല്ല് അല്ലെങ്കിൽ വാഴ അല്ലെങ്കിൽ പിന്നെ മറ്റില്ലേ വെണ്ടക്ക അല്ല ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ എല്ലാ കൃഷിയും നമുക്ക് വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന പക്ഷേ ഒരുപാട് മാറ്റം വരും. അതിൽ രോഗത്തിന് കുറേ ഒരു 10 കൊല്ലം അതിൽ 5 കൊല്ലം ജീവിക്കാതെ 10 കൊല്ലം ജീവിക്കും. പാട്ടോട് ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കൽ സോദരിമാരെ പഠിച്ചു നിങ്ങൾ കൈവശമാക്കുവാനിക്കല വൈഭവം മറിക്കുന്നു മണ്ണിൽ പുതുമണം പൊങ്ങിടുന്നു ഉണ്ണിക്കതിരോനെ പൊന്നുക പാടച്ചു പിന്നിൽ വിളിപ്പാടും ചോന്നിതല്ലോ പാട് 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 പാട്ട് കാണാനല്ലേ താത്തിക്കൊയ്യടി മതി. താത്തിക്കൊയ്യടിന്ന് പാടും. പാട്ട് പാടിയല്ലേ കാണിച്ചു പോകുന്നു കൂടെ കൂടി ഇപ്പൊ എനിക്ക് കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇപ്പൊ ഇവർക്കെല്ലാം ഇങ്ങനെ കണ്ട ഒരു നെല്ല് മാത്രമേ പരിചയമുള്ളൂ. പക്ഷേ ഞങ്ങളെല്ലാം ചെറുപ്പത്തിൽ ഇവിടെ മൊത്തം നെല്ലായിരുന്നു. ഈ കണ്ടത്തിൽ തന്നെ ചെയ്യുന്നത് കരക്കൃഷിയല്ലേ, ഇത് കരക്കൃഷിയാണ്. നമ്മളെല്ലാം ചെറുപ്പത്തിൽ കണ്ടത്തിലാണ് കൃഷി. നേരം നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞിട്ട് അവിടെ കളിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാവും. സ്കൂളിൽ നിന്ന് വന്നപാടും ഓട്ടോ ഇങ്ങോട്ടാന്ന് ഉണ്ടാവില്ല. അന്നേരം പക്ഷികളും കതിര് തിന്നാൻ വേണ്ടി വരുന്ന പക്ഷികളും എല്ലാം നല്ലൊരു. ഞാൻ ഇടയ്ക്ക് ഇവരോട് ക്ലാസ്സിന് പറയാറുണ്ട് നമ്മളെ അനുഭവം. ഞാൻ അന്ന് പറഞ്ഞില്ലേ ക്ലാസ്സിൽ ചെയ്ത് എല്ലാവരും വീട്ടിൽ പറ്റിയ കൃഷി. ഇപ്പം എല്ലാവരും കടകളിൽ നിന്നാണ് പച്ചക്കറിയൊക്കെ വാങ്ങുന്നല്ലേ. നേരം അതേപോലെ വീട്ടിൽ തന്നെ ആക്കിയിട്ട് കഴിക്കുന്നത്. അതിൻ്റെ ദൈവം കൊണ്ട്